മാംഗല്യം. സത്യം പറയാലോ, ആദ്യമൊക്കെ തോന്നിയിരുന്നു എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു, മേ ബി എന്റെ ലൈഫിൽ വെച്ച് ഞാൻ എടുത്ത ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ജഗനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാണെന്ന്. ജാൻവിയുടെ ആ സംസാരം കേൾക്കി ജഗന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. കുറച്ചധിക നേരം അവർ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ തന്നെയിരുന്നു. ഇരുവരുടെയും മനസ്സിൽ ബാക്കിയായ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലുകൾ കൂടിയായിരുന്നു ആ സംസാരം. ഏറെ നേരത്തിനപ്പുറം ജയന്റെ വിളിയിലാണ് അവരിരുവരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റത്. രണ്ടാളും താഴേക്ക് വാ, ആഹാരം കഴിക്കാം. വരുന്നു വെച്ചാ. അത് പറഞ്ഞ് ജാനി മുൻപേ നടന്നു. അവൾക്ക് പിന്നാലെ ജഗനും. ഡൈനിങ് ടേബിളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ജാൻവിക്കെന്തോ അതെല്ലാം കണ്ടിട്ടും കഴിക്കാനൊന്നും തോന്നിയില്ല. വല്ലാത്തൊരു വിശപ്പില്ലായ്മ അവളെ വന്ന് പൊതിഞ്ഞോ. അവൾ എന്തൊക്കെയോ ഒരുവിധം നുള്ളിപ്പെറുക്കി കഴിച്ചെന്നു വരുത്തി എഴുന്നേറ്റു. ജഗനും ആഹാരം കഴിച്ചു. പിന്നെയും കുറച്ചു സമയം അവരവിടെ തന്നെ ഇരുന്നു. ജാൻവി വെറുതെ ഗാർഡനിൽ തനിച്ചിരിക്കുന്ന നേരത്താണ് മാനസി അവൾക്കടുത്തേക്ക് വന്നത്. ജാൻവി. മാനസി വിളിച്ചപ്പോ ജാൻവി തിരിഞ്ഞു നോക്കി. നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? മാനസി ചോദിച്ചപ്പോ കാര്യം വ്യക്തമാകാത്തതുപോലെ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി ജാൻവി. നീ എന്തിനാണ് കണ്ണു മിഴിച്ചെന്നെ നോക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് എന്ത് ചെയ്യാനാണ് പ്ലാനെന്ന്? അമ്മയ്ക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമില്ലേ അതൊക്കെ? ഓ, അതിനിപ്പോഴൊരു മാറ്റവുമില്ലല്ലേ? ഇല്ല. സത്യം പറഞ്ഞാൽ അമ്മയോടുള്ള ഓരോ തവണത്തെയും കോൺവെർസേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ആ ആഗ്രഹം കൂടുതൽ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത മക്കൾക്ക് ഒരു തണലാവണം. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ജാനി തീർത്തു പറഞ്ഞു. അപ്പൊ നമ്മുടെ കമ്പനിയോ? മാനസി തിരിച്ചു ചോദിച്ചു. എന്നെ കണ്ടുകൊണ്ടാണോ അമ്മയും അച്ഛനും കമ്പനി തുടങ്ങിയത്? അത് നിങ്ങൾ തുടങ്ങിയ കമ്പനിയാണ്. സോ അത് റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയുമാണ്. ദേവി, ഇത് നിങ്ങളുടെ കമ്പനിയും കണക്കും അതിൻ്റെ ഇടയിലേക്ക് എന്നെ വലിച്ചെഴുക്കരുത്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണിത്. ഇപ്പോഴും എനിക്കതേ പറയാനുള്ളൂ. നിന്റെ ഷെൽട്ടർ ഹോം പണി കഴിപ്പിക്കാൻ എന്തായാലും നിനക്ക് നല്ലൊരു തുക വേണ്ടി വരും. ആ പൈസയ്ക്ക് നീ എന്തായാലും എന്റെയും ജയേട്ടന്റെ അരികിൽ തന്നെ വരും. അതൊക്കെ അമ്മയുടെ മിഥ്യാധാരണയാണ്. മുത്തച്ഛൻ എന്റെ പേരിൽ നല്ലൊരു തുക FD ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അതിന്റെ ഇൻട്രസ്റ്റ് മേടിച്ചിട്ടാണ് എന്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. മാത്രമല്ല, അമ്മയും അച്ഛനും എനിക്ക് പോക്കറ്റ് മണിയായി തന്നതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ എന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും എന്നെ വളർത്തിയതിന്റെയും പഠിപ്പിച്ചതിന്റെയും ഒന്നും കണക്ക് പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരണ്ട. എന്നെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുകയാണെങ്കിൽ ഒരു രൂപ കുറയാതെ തിരികെ തരാൻ വേണ്ടി അതെല്ലാം ഞാൻ ബാങ്കിലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ പലിശ അടക്കം തിരിച്ചു തരാനും ഞാൻ തയ്യാറാണ്. ജാൻവിയുടെ സംസാരത്തിൽ മുഖത്തടിയേറ്റതുപോലെ നിന്നുപോയി മാനസി. കാരണം ജാൻവിയിൽ നിന്നും ഇങ്ങനൊരു നീക്കമൊന്നും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. അവരോട് സംസാരിച്ച ശേഷം ജാൻവി നേരെ ജഗനടുത്തേക്കാണ് പോയത്. ലിവിംഗ് റൂമിലിരുന്ന ജഗനും ജനലിൽ കൂടി കാണുന്നുണ്ടായിരുന്നു ഗാർഡനിൽ നിൽക്കുന്ന മാനസിയും ജാൻവിയും തമ്മിലുള്ള സംഭാഷണം. അവരെന്താണ് പറയുന്നതൊന്നും അവൻ കേട്ടില്ല. ജാൻവി മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് ജഗന്റെ അടുത്തേക്ക് ചെന്നു. നമുക്കിറങ്ങിയാലോ ജഗൻ? അത് കേട്ടുകൊണ്ടാണ് ജയൻ അവർക്ക് അടുത്തേക്ക് വന്നത്. ഏയ്, ഇറങ്ങാനോ? ഡിന്നർ കൂടി കഴിച്ചിട്ട് പോകാം. വേണ്ടച്ച, ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അല്ലേ ജഗൻ? ജാൻവി ചോദിച്ചപ്പോ ജഗൻ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. പക്ഷെ ജയന് കാര്യം പിടികിട്ടി. ഞാനിന്ന് പോയി അച്ഛമ്മയെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ജാൻവി നേരെ അച്ഛമ്മയുടെ മുറിയിലേക്ക് ചെന്നു. പിന്നെ അവരുടെ കൈ പിടിച്ചു. അവൾക്ക് പിന്നാലെ തന്നെ ജഗനും വരുന്നുണ്ടായിരുന്നു. അവള് പക്ഷെ അത് കണ്ടിരുന്നില്ല. അച്ഛമ്മ, ഞാൻ പോവാണേ. ഇടയ്ക്കൊക്കെ ഞാൻ വരാം. അച്ഛമ്മ ഹാപ്പി ആയിട്ടിരിക്കണം. എന്നെ ഓർത്ത് ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നല്ലൊരു കൈകളിൽ തന്നെയാണ് ഞാൻ എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കവിടെ പൂർണ്ണ സന്തോഷമാണ്. പണ്ട് അച്ഛമ്മയുടെയും അച്ഛച്ചന്റെയും കൂടെ സന്തോഷിച്ചിരുന്നത് പോലെ തന്നെ ഒരു സന്തോഷം. ഞാൻ ഇടയ്ക്കൊക്കെ വരാം. അവരുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് അവൾ പതിയെ അകന്നു മാറി. നിറഞ്ഞ കണ്ണുകളോടെ വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന ജഗനെയാണ്. ഒരിക്കൽ കൂടി അച്ഛമ്മയൊന്ന് നോക്കിക്കൊണ്ട്
ജാൻവി പുറത്തേക്ക് നടന്നു. ജഗനും അവർക്കടുത്തേക്ക് ചെന്നു. അച്ഛമ്മേ, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇടയ്ക്ക് ഞാനും ജാൻവിയും കാണാൻ വരാട്ടോ. പിന്നെ അച്ഛമ്മയുടെ മോളെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാട്ടോ. അതുകൊണ്ട് അവളെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. അതും പറഞ്ഞുകൊണ്ട് അവരുടെ കവളില് ഒന്ന് മൃദുവായി തട്ടിക്കൊണ്ട് ജഗനും പുറത്തേക്കിറങ്ങി. അവർ പോകാൻ യാത്ര പറഞ്ഞിറങ്ങിയ സമയം മാനസി അവിടേക്ക് വന്നിരുന്നു. അവരുടെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ടായിരുന്നു. അവരത് ജഗനും ജാൻവിക്ക് നേരെ നീട്ടി. ജാനിയുടെ കണ്ണുകൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് മാനസിയിലേക്ക് നീണ്ടു. എന്താ ഇത്? ജാൻവി ചോദിച്ചു. അതെന്താണെന്ന് തുറന്നു നോക്കിയാലല്ലേ മനസ്സിലാവൂ. തുറന്നു നോക്ക് ജാൻവി. അവൾ തുറന്നു നോക്കി. രണ്ടുപേർക്കും സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഒരു 1 മന്ത് ടൂർ പാക്കേജ് ആയിരുന്നു അത്. നിങ്ങളുടെ വിവാഹം നടക്കാനിടയായ സാഹചര്യം അതെന്താണെങ്കിലും ജാൻവി ഞങ്ങളുടെ മോളായി പോയില്ലേ. മാനസിയുടെ സംസാരം കേൾക്കാൻ ജാൻവിക്ക് നല്ല ദേഷ്യം വന്നു. ഒന്നും പറയരുത് എന്ന അർത്ഥത്തിൽ ജഗനോളുടെ കൈ പിടിച്ചു. പക്ഷെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് ജാൻവി മാനസിയുടെ കയ്യിലേക്ക് മാനസി കൊടുത്ത എൻവലപ്പ് തിരികെ വെച്ചു കൊടുത്തു. ഞങ്ങൾക്ക് രണ്ടാൾക്കും തൽക്കാലം ഇങ്ങനൊരു ട്രിപ്പിന്റെ ആവശ്യമില്ല. ഇനി പോകാനാണെങ്കിൽ അതിനമ്മയുടെ സഹായവും വേണ്ട. നിങ്ങളല്ലേ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് നിങ്ങൾ തന്നെ പൊയ്ക്കോ. അതും പറഞ്ഞുകൊണ്ട് ജാൻവി ഇറങ്ങാൻ തുടങ്ങിയതും ജയൻ അതീവ ദേഷ്യത്തോടെ മാനസിയെ നോക്കി. ജഗൻ ജയൻ ജഗനെ നിർബന്ധിക്കാൻ തുടങ്ങിയെങ്കിലും അവനും അത് നിരസിച്ചു. ഇക്കാര്യത്തിൽ ജാൻവി എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതിനുപമേ ഞാനും നിൽക്കുവെങ്കിൽ. കണ്ടില്ലേ ജേട്ടാ, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ അന്നവൾ അവനെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന്. മാനസി ജയനോട് സംസാരിക്കുന്നത് ഒരു ചെവിയാലെ ജഗനും കേട്ടു. അങ്കിൾ, അന്നേ ഞാൻ ആന്റിക്ക് കൊടുക്കാനുള്ള മറുപടി അങ്കിളിനോട് പറഞ്ഞതാണ്. അങ്കിൾ അത് മറന്നുപോയെങ്കിൽ ഞാൻ തന്നെ പറയാം. ജഗന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ജയനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. അയാൾ ദേഷ്യത്തോടെ മാനസിയെ വീണ്ടും നോക്കി. ജഗൻ, പ്ലീസ്. ജയൻ തടഞ്ഞതുകൊണ്ട് മാത്രം ജഗൻ മാനസിയോട് തിരിച്ചൊന്നും പറഞ്ഞില്ല. ജയനോട് മാത്രം യാത്ര പറഞ്ഞുകൊണ്ട് ജാൻവിയും ജഗനും പോകാനിറങ്ങി. അവരുടെ കാറ് കയറ്റി കടന്നുപോയതും ജയൻ അതീവ ദേഷ്യത്തോടെ മാനസിയെ നോക്കി. ജേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് മാനസി ലിവിംഗ് റൂമിലേക്ക് വന്നു. അവർക്ക് പിന്നാലെ ജയനും. മിണ്ടരുത് മാനസി, നീയ. നിന്റെ നാവിൽ നിന്ന് വീണ ദുഷിപ്പ് കാരണമാണ് അവർ ഈ ട്രിപ്പ് പോലും റിജക്ട് ചെയ്തത്. അതറിയാമോ നിനക്ക്? അതുകൊള്ളാം. അവർക്കല്ലേലും പോകാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്റെ നാക്കിനെ എന്തിനാ കുറ്റം പറയുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ നാവിൽ നിന്ന് വീണ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നുവെന്ന്? ജയേട്ടൻ വെറുതെ ഇതിന്റെ പേരിൽ എന്നോട് വഴക്കിടാൻ നിൽക്കരുത്. നിൽക്കും. ഇന്നെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. സത്യം പറഞ്ഞാൽ ജാൻവി നമ്മളുടെ മകളല്ലേ. അല്ലാതെ നമുക്ക് കളഞ്ഞു കിട്ടിയ ഒരു കുഞ്ഞോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ നിർബന്ധിച്ച് വളർത്താനേൽപ്പിച്ച ഒരനാഥ കുട്ടിയൊന്നുമല്ല. നീ പ്രസവിച്ച് ഞാനും നീയും ചേർന്ന് ജനിപ്പിച്ച നമ്മുടെ പൊന്നു മകളാണവൾ. അവളോട് എന്തിനാണ് മാനസി നീ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നത്? ജയൻ ചോദിച്ചപ്പോ മാനസിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. അവർ ടീപ്പോയിലിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് നിലത്തേക്ക് ഒരൊറ്റ ഏറുവെച്ചു കൊടുത്തു. നിമി നേരത്തിനുള്ളിൽ ജയന്റെ കൈകൾ മാനസിയുടെ കവളിൽ പതിഞ്ഞു. അടികൊണ്ട കവിൾത്തടത്തിലേക്ക് കൈ അമർത്തി പിടിച്ചുകൊണ്ട് വിശ്വാസം വരാതെ ജയനെ തന്നെ നോക്കി നിൽക്കുവാണവർ. അവർക്ക് തലയിൽ വണ്ടു മൂളുന്നത് പോലെ തോന്നി. ഒപ്പം 25 വർഷം നീണ്ട ദാമ്പത്യത്തിൽ ആദ്യമായിട്ട് ജയൻ അവരെ വേദനിപ്പിക്കുന്നതിന്റെ വിഷമവും. മാനസിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ദേഷ്യത്തോടെ അവർ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ദേഷ്യത്തോടെ ബെഡിലേക്ക് വന്നിരുന്ന മാനസിയുടെ കണ്ണുകൾ ഇനിയും പെയ്തു തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വല്ലാതെ ഉള്ളം വേദനിച്ചു. ആദ്യമായിട്ടാണ് ജയന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം. 25 വർഷത്തിനിടയ്ക്ക് ഒന്ന് നുള്ളിപ്പോലും നോവിക്കാത്ത ആളാണ്. ഒരു വാക്കുകൊണ്ട് പോലും മുഖം കറുപ്പിച്ച് സംസാരിക്കാത്തയാൾ ഇന്ന് ആദ്യമായിട്ട് തന്നെ തല്ലിയിരിക്കുന്നു. അതും ജാൻവിയുടെ പേരും പറഞ്ഞു. അതാണ് മാനസിയെ കൂടുതൽ ചുടിപ്പിച്ചത്. വാശിയോടെ അവർ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന തുള്ളികളെ തുടച്ചു മാറ്റി. ജയനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. കാര്യം അടിക്കണമെന്ന് അയാളും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. പക്ഷെ എന്തോ ആ സമയത്ത് മാനസിയുടെ പ്രവൃത്തി അതാണ് അയാളെ അവിടെ വരെ കൊണ്ട് എത്തിച്ചത്. മാനസി ദേഷ്യത്തോടെ മുറിക്കകത്തേക്ക് കയറിപ്പോയെങ്കിലും ജയൻ ചെന്ന് വിളിക്കാനോ
അവരോട് ക്ഷമ പറയാനോ ഒന്നിനും തയ്യാറായില്ല. അത് അവരുടെ ഉള്ളിലെ ദേഷ്യം വീണ്ടും വർദ്ധിപ്പിച്ചു. അതേസമയം വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ജാൻവിയും ജഗനും. സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ജാൻവി വല്ലാതെ ഡെസ്പായിരിക്കുന്നത് ജഗൻ ശ്രദ്ധിച്ചു. ജാൻവി, താൻ ഓക്കെയല്ലേ? ജഗൻ ചോദിച്ചപ്പോ അവൾ പുറം കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് അലസമായി ഒന്ന് മൂളി. ജഗൻ വണ്ടി റോഡിനോരം ചേർന്ന് നിർത്തി. ശേഷം സീറ്റിലിരുന്നു കൊണ്ട് തന്നെ അവളെ നോക്കി. പിന്നെ മെല്ലെ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്നു. നിർബന്ധപൂർവ്വം അവളെ തിരിച്ച് അവനെ ഫേസ് ചെയ്തിരുത്തി. എന്താടോ പ്രശ്നം? പറ. എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ. ഒന്നുമില്ല ജഗൻ. അമ്മയുടെ ഈ പെരുമാറ്റം അതാണ് എന്നെ എപ്പോഴും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. നിറഞ്ഞൊഴുകിപ്പോയിരുന്നു ജാൻവിയുടെ മിഴികൾ. എടോ, ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അമ്മ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. തന്റെ അമ്മയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നമുക്ക് ആർക്കും ഇനി അത് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. ഒന്നെങ്കിൽ തന്റെ അമ്മ സ്വയം ഇതൊക്കെ തെറ്റാണെന്ന് ചിന്തിച്ചു മാറണം. അല്ലാത്ത പക്ഷം ഒരു മനുഷ്യർക്കും ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. താനത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അതുമാത്രമേ ഒരു വഴിയുള്ളൂ. ജഗൻ പറഞ്ഞതും ജാൻവി ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി. ഇക്കാലം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തു ഇതിപ്പോ കൂടിക്കൂടി വരികയാണ്. സാരമില്ല. തന്നോട് തന്റെ അമ്മ എന്താ പറഞ്ഞത്? താൻ എന്തിനാ ഇത്രയധികം ദേഷ്യപ്പെട്ടത്? ജഗൻ ചോദിച്ചതും മാനസികമായിട്ട് ഗാർഡനിൽ വെച്ച് നടന്ന സംസാരങ്ങളെല്ലാം ഒരു വാക്ക് വിടാതെ ജാൻവി ജഗനോട് പറഞ്ഞു. അതായിരുന്നു കാര്യം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജഗൻ ആദ്യം ചോദിച്ചതും അതാണ്. എടോ, താൻ കഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ പഠിച്ചെടുത്ത കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോ തന്റെ ലൈഫ് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഞാനോ തന്റെ അമ്മയോ അച്ഛനോ ആരുമല്ല, താനാണ്. അതിനുള്ള മുഴുവൻ അവകാശവും അധികാരവും തനിക്കാണുള്ളത്. അതുകൊണ്ട് മറ്റൊരാളും അതിലൊന്നും കയറി ഇന്റർഫിയർ ചെയ്യില്ല. ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങൾ ഓർത്ത് ദയവ് ചെയ്ത് താൻ തന്റെ ഉള്ള സമാധാനം കളയരുത്. ഒന്നാമത് എക്സാം അടുക്കാറായിരിക്കുന്നു. മാക്സിമം മനസ്സിനെ കാമായിട്ടും പോയിട്ടായിട്ടും വെക്കുക. ബാക്കിയൊക്കെ അതിനുശേഷമല്ലേ. എന്തായാലും തന്റെ അച്ഛന്റെ അമ്മയുടെയും കമ്പനി ഏറ്റെടുക്കാൻ തനിക്ക് താല്പര്യമില്ലാത്തടത്തോളം കാലം ഞാൻ പോലും ഒരിക്കലും തന്നെ അതിലേക്ക് ഫോഴ്സ് ചെയ്യത്തില്ല. പിന്നെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലോ. തൽക്കാലം അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. പോരെ? അവളുടെ കവളിൽ തട്ടി അരുമയായി ജഗൻ പറയുമ്പോ ജാൻവിയുടെ കണ്ണുകൾ സന്തോഷത്താലും അത്ഭുതത്താലും വിടർന്നുപോയി. ശരിക്കും ശരിക്കും ജഗൻ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? ജഗൻ എന്റെ ഒപ്പം തന്നെ ഉണ്ടാവുമോ? ജാൻവി അവനോട് ചോദിച്ചു. പിന്നെ ഞാൻ തന്നെ അല്ലാതെ മറ്റാരാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ടത്? താൻ തന്റെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോ തനിക്കൊപ്പം കൂട്ടായി ഞാനും വേണ്ടേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടല്ലല്ലോ, ഒന്നല്ലേ? ജഗൻ തിരികെ ചോദിച്ചപ്പോ ജാൻവിയുടെ മുഖത്തൊരു ചിരി വിടർന്നു. അത്ര നേരം കാറും കോളും മൂടിക്കെട്ടി നിന്ന മാനം മെല്ലെ തെളിഞ്ഞു തുടങ്ങിയതുപോലെ ഒരു ചിരി. ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ജഗൻ കാറ് മുന്നോട്ടെടുത്തു. വീട്ടിലെ ബാൽക്കണിയിൽ കാര്യമായി എന്തോ ആലോചനയിലിരിക്കുകയാണ് പാർവതി. അപ്പോഴാണ് രാമനാഥൻ അവൾക്കടുത്തേക്ക് വന്നത്. എന്താണ്? കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. താൻ എന്താണ് ഇത്ര കാര്യമായി ചിന്തിക്കുന്നത്? ഏയ്, ഒന്നുമില്ല രാമേട്ട. ഞാൻ ജഗനെ പറ്റി ഓർക്കുമായിരുന്നു. എത്ര ദിവസമായി അവൻ വീട്ടിൽ നമുക്കൊപ്പം കഴിഞ്ഞിട്ട്. അവനെ കണ്ണു നിറച്ചൊന്ന് കാണാൻ കൂടി കിട്ടുന്നില്ല. പാവം എന്റെ കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ച് ആകെ കോലം കെട്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. പാർവതി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. രാമനാഥൻ അറിയാതെ തലയ്ക്ക് കൈ കൊടുത്തു പോയി. എന്റെ പാർവതി, താൻ ആദ്യം തന്റെ മനസ്സിലെ ഈ വിധ ചിന്തയൊക്കെ എടുത്തു കളയ. ജാൻവി ഒരിക്കലും നമ്മുടെ മകനെയും കൊണ്ട് മനഃപൂർവ്വം ഇവിടുന്ന് മാറിയതല്ല. നമ്മളെയോ നമ്മുടെ മകനെയോ തമ്മിൽ തെറ്റിക്കാൻ അവളൊന്നും ചെയ്തിട്ടുമില്ല. എടോ, അവർ ഇവിടുന്ന് പോകാനിടയായ സാഹചര്യം താൻ എന്തിനാണ് മനഃപൂർവ്വം മറന്നു കളയുന്നത്? കാര്യം എന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാ. പക്ഷേ ജഗൻ പറഞ്ഞതിനൊരു ന്യായമില്ലേ? ജാൻവിയുടെയും ജഗന്റെയും ഭാഗത്ത് ഒരു ശരിയില്ലേ? അത് ഈ തറവാട്ടിൽ ആരും അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ടല്ലേ അവരിപ്പോഴും ഇങ്ങനെ തന്നെ തുടരുന്നത്? പലപ്പോഴായി പറഞ്ഞു തളർന്ന കാര്യങ്ങൾ വീണ്ടും രാമനാഥൻ അവരെ ഓർമ്മിപ്പിച്ചു. മതി രാമേട്ട,
നിർത്ത്. എനിക്ക് തലപെരിക്കുന്നു. എങ്ങനെയും എന്റെ മോനെ ഇവിടെ കൊണ്ടുവരണം. അടുത്ത മാസം വരാൻ പോകുന്നത് അവന്റെ പിറന്നാളാണ്. അതിനു മുമ്പ് എന്റെ മകൻ ഈ വീട്ടിലുണ്ടായിരിക്കണം. രാമേട്ടൻ എനിക്ക് വാക്കുതാ. എന്ത് വില കൊടുത്തും നമ്മുടെ ജഗനെ ഈ കോവിലകത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന്. പാർവതി രാമനാഥന്റെ മുഖത്തേക്ക് തന്നെ നോട്ടമയച്ച് ചോദിച്ചപ്പോ അയാളും ധർമ്മസങ്കടത്തിലായി. തൽക്കാലം ആ കാര്യത്തില് തനിക്കൊരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയില്ല. കാരണം ജഗൻ ഞാൻ കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു പാവയല്ല. അവനൊരു ഇൻഡിവിജ്വൽ ആണ്. പിന്നെ തന്റെ മകന്റെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് തനിക്കാണ്. അതുകൊണ്ട് ഞാനോ താനോ അല്ല, ഇനി ആര് നിർബന്ധിച്ചാലും അവൻ വരില്ല. അവന് തോന്നിയാലേ അവൻ വരും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാവും നല്ലത്. രാമനാഥൻ അത് പറഞ്ഞു തീർത്തതും പാർവതി ദേഷ്യത്തോടെ അയാളെ നോക്കിക്കൊണ്ട് ഇരുന്നിടത്തു നിന്ന് താഴേക്ക് എണീറ്റുപോയി. വല്ലാത്തൊരു മാനസിക വേദനയോടെ രാമനാഥൻ അവരുടെ പോക്ക് നോക്കി നിന്നു. തുടരും.